7 സംസ്ഥാനങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം. 13-ൽ 10 മുന്നേറി ഇന്ത്യ സഖ്യം. ഹിമാചലിൽ കോൺഗ്രസിനും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും ലീഡ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ജയം. CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ തഴഞ്ഞ് സംസ്ഥാന നേതൃത്വം. കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം ആനി രാജയെ നിർദ്ദേശിച്ചു. പ്രകാശ് ബാബുവിനെ തഴഞ്ഞത് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നാലെ. എറണാകുളം പറവൂരിൽ ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത് കൈതാരം സ്വദേശി വിദ്യാധരൻ. കൊല്ലപ്പെട്ടത് ഭാര്യ വനജ. കൊലപാതക കാരണം കുടുംബതർക്കമെന്ന് സൂചന. കാസർകോട്ട് കാർ വൈദ്യുതി തൂണിൽ ഇടിച്ച് യുവാവ് മരിച്ചത് KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമെന്ന് ആരോപണം. വൈദ്യുതി പ്രവാഹമുണ്ടായപ്പോൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് നാട്ടുകാർ. ബദിയടുക്കയിൽ മരിച്ചത് മാവിലക്കട്ട സ്വദേശി കലന്തർ ഷമാസ്. ഇന്ത്യ സിംബാബ്വെ 4ാം T20 ഇന്ന്. പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ. മത്സരം വൈകിട്ട് 4:30 ഹരാരെയിൽ.